നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജിഗ്ന ജയപ്രകാശ്. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കും. ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാനും സർക്കാരിന്റെ ലക്ഷ്യം. അമ്മയിൽ രാഷ്ട്രീയമില്ല, സംഘടനയാണ് വലുത്. മാധ്യമങ്ങളോട് സംസാരിച്ച് നടൻ സിദ്ദിഖ്. ചേർത്തലയിൽ ദളിത് യുവതിക്ക് നേരെ നടുറോഡിൽ മർദ്ദനം, പ്രതികൾ അറസ്റ്റിൽ. കുണ്ടന്നൂരിൽ സ്കൂൾ ബസിന് തീപിടിച്ചു, ഒഴിവായത് വൻ അപകടം. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് വ്യാജ വാർത്ത. പി ജയചന്ദ്രൻ ആരോഗ്യവാനെന്ന് കുടുംബം. മഹാത്മാഗാന്ധി സർവകലാശാല എം.എഡ് പ്രവേശനം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. 1ാം വർഷ എം.എഡ് പ്രോഗ്രാമിന്റെ ക്ലാസുകൾ ജൂലൈ 18 തുടങ്ങും. വാർത്തകൾ വിശദമായി. സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉടൻ തീർക്കും. ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാനാണ് സർക്കാരിന്റെ ലക്ഷ്യം. 2024-25 സാമ്പത്തിക വർഷത്തിൽ 2 ഗഡുക്കളും 2025-26 3 ഗഡുക്കളും വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ചട്ടം 300 പ്രകാരം നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിലായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. അമ്മയിൽ രാഷ്ട്രീയമില്ല, സംഘടനയാണ് തങ്ങൾക്ക് ഏറ്റവും വലുത്. സംഘടനയിൽ താൻ UDF-കാരനായിരിക്കില്ല എന്നും നടൻ സിദ്ദിഖ് മാധ്യമങ്ങളോട്. സംഘടനയിൽ നിന്നും പുറത്തുപോയവരെ തിരിച്ചെത്തിക്കേണ്ട ബാധ്യത സംഘടനയ്ക്കില്ല എന്നും സിദ്ദിഖ് കൂട്ടിച്ചേർത്തു. നടുറോഡിൽ വെച്ച് ദളിത് യുവതിക്കെതിരെ മർദ്ദനം. തൈക്കാട്ടുശ്ശേരിയിലായിരുന്നു ഇത്തരമൊരു സംഭവം ഉണ്ടായത്. പരാതി ലഭിച്ചെങ്കിലും അതിനെതിരെ നടപടികളൊന്നും എടുക്കാത്തതിനെ തുടർന്ന് അരൂർ പോലീസ് സ്റ്റേഷൻ അടച്ചുപൂട്ടണമെന്ന ആവശ്യം പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതികളായ ഷൈജു, ശൈലേഷ് എന്നിവരെ അറസ്റ്റ് ചെയ്തത്. എറണാകുളം കുണ്ടന്നൂരിൽ വെച്ച് സ്കൂൾ ബസിന് തീപിടിച്ചു. തേവര എച്ച് സ്കൂളിലെ സ്കൂൾ ബസിലാണ് തീപിടിച്ചത്. അപകട സമയത്ത് സ്കൂൾ ബസിൽ കുട്ടികളില്ലാത്തത് വൻ ദുരന്തം ഒഴിവാക്കി. കഴിഞ്ഞ ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിൽ പി ജയചന്ദ്രന്റെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിലാണെന്നും ആശുപത്രിയിലാണെന്നും പ്രചരിക്കുന്ന വാർത്ത വാസ്തവമല്ലെന്ന് കുടുംബം. ജയചന്ദ്രൻ ആരോഗ്യവാനാണെന്നും മറ്റു തരത്തിലുള്ള അവശതകളില്ല എന്നുമാണ് വിവരം. എം.എഡ് പ്രവേശനം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ അംഗീകൃത ടീച്ചേഴ്സ് ട്രെയിനിംഗ് കേന്ദ്രങ്ങളിൽ ഏകജാലക സംവിധാനം വഴിയുള്ള എം.എഡ് പ്രവേശനത്തിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർ കോളേജിൽ ബന്ധപ്പെട്ട് ജൂലൈ 17 മുൻപ് പ്രവേശനം നേടണം. 1ാം വർഷ എം.എഡ് പ്രോഗ്രാമിന്റെ ക്ലാസുകൾ ജൂലൈ 18 തുടങ്ങും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.